ജിദ്ദയിലെ പ്രവാസികൾക്കിടയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. പ്രവാസികൾക്കിടയിൽ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇസ്ലാഹി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളുടെയും ഖണ്ഡന മണ്ഡന വാദപ്രതിവാദങ്ങളുടെയും നിരവധി CD, ഓഡിയോ, വീഡിയോ കാസറ്റുകൾ ഇതിനകം പുറത്തിറക്കി കഴിഞ്ഞു. ഇസ്ലാഹി സെന്ററിന്റെ ദഅവ വിഭാഗവും ഓഡിയോ വീഡിയോ വിഭാഗവും ചേർന്ന് നടത്തുന്ന നൂതനമായ പല പരിപാടികളുടെയും ഭാഗമായി ഇന്ന് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ അതിഥിയായി എത്തിയിട്ടുള്ള ബഹ്റൈൻ ഇസ്ലാഹി സെന്റർ ദായി നാസറുദ്ദീൻ റഹ്മാനിയുമായുള്ള ഒരു അഭിമുഖമാണ് ഈ CDയിലൂടെ നിങ്ങൾ കാണുന്നത്. തികച്ചും ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ബിരുദമെടുത്ത ഒരു പണ്ഡിതനാണ് നാസറുദ്ദീൻ റഹ്മാനി. അദ്ദേഹത്തിന്റെ സമസ്തയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും അദ്ദേഹം നേരിൽ വിശദീകരിക്കുകയാണ്. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരുമായി അദ്ദേഹം സംവദിക്കുകയാണ്. താങ്കൾ ബഹ്റൈനിൽ ഇസ്ലാഹി പ്രവർത്തകനാണല്ലോ. നിങ്ങളുടെ ഉംറ ആവശ്യാർത്ഥം താങ്കൾ മക്കയ്ക്കെത്തിയപ്പോൾ മക്കയിലും ജിദ്ദയിലുമുള്ള ഇസ്ലാഹി പ്രവർത്തനവുമായി ബഹ്റൈനിലെ ഇസ്ലാഹി പ്രവർത്തനം ഒന്ന് ചുരം ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹ്റൈനിലെ ഇസ്ലാഹി പ്രവർത്തനവും ജിദ്ദയിലെയും മക്കയിലെയും ഇസ്ലാഹി പ്രവർത്തനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ബഹ്റൈനിലെയും സൗദിയിലെ മക്ക, ജിദ്ദ ഇസ്ലാഹി സെന്ററുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. ഇസ്ലാഹി സെന്ററുകളുടെ പ്രവർത്തനം ഏകദേശം ഒരുപോലെ തന്നെയാണ് അറിയുന്ന വിഷയമാണ്. എങ്കിലും ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈൻ സൗദി മാതിരിയല്ല. ബഹ്റൈൻ പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകപ്പെട്ട നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെക്കാൾ പരസ്യമായി എല്ലാ നിലക്കും സമസ്തക്കാരായ ആളുകൾ വളരെ ശക്തമായി രംഗത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തനത്തിന്റെ രീതിയും ഭാവവും ഒക്കെ ഒന്ന് വേറെ ആയിരിക്കും. ഇവിടെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷത്തിൽ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഒരു പ്രവർത്തനം മറ്റൊരു രീതിയിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അൽഹംദുലില്ലാ വളരെ ഹൈറായ വളരെ സജീവമായ പ്രവർത്തനമാണ് മക്ക ഇസ്ലാഹി സെന്റർ, പ്രത്യേകിച്ച് ജിദ്ദ ഇസ്ലാഹി സെന്ററിൽ കാണുന്നത്. ഇവിടെയുള്ള മറ്റ് പ്രഭാഷണ പരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ സജീവമാണ്. രണ്ടും തമ്മിൽ തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ സജീവമായുള്ളത് എനിക്ക് തോന്നുന്നു ജിദ്ദ ഇസ്ലാഹി സെന്ററാണ്. മക്ക ഇസ്ലാഹി സെന്ററിൽ നിന്നും വ്യത്യസ്തമായി ചിലപ്പോൾ ജിദ്ദ ഇസ്ലാഹി സെന്റർ ആയിരിക്കാം കുറച്ചും കൂടി സജീവമായ പ്രവർത്തനങ്ങളിൽ ഉള്ളത്. ഇതിലെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ബഹ്റൈനുമായി തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു സെന്ററാണ് ജിദ്ദ ഇസ്ലാഹി സെന്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ശരി. നിങ്ങൾ ഇസ്ലാഹി പ്രവർത്തനവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷത്തോളമായിട്ടാണ്. 6-7 വർഷം ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് താങ്കൾ ഒരു സുന്നി പ്രവർത്തകനും സുന്നികളുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച് അവിടെ നിന്ന് ബിരുദമെടുത്ത് അതിന്റെ പ്രബോധനവുമായി നടന്നിരുന്ന ഒരാളാണല്ലോ. ഇങ്ങനെ ഒരു മാറി ചിന്തിക്കാൻ താങ്കൾക്കുണ്ടായ പ്രചോദനം എന്താണ്? അത് വളരെ വിശാലമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ പോലെ ധാരാളം ആളുകൾ ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ് എൻ്റെ വീട്. തീർത്തും സമസ്ത മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ച് കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉപരിയായി കുറച്ചും കൂടെ തീവ്രമായ നിലപാടിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെത്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മക്ബറയുണ്ട്. അറബി സെയ്ദ് ഫദൽ മർസൂഖി എന്നാണ് ആ മക്ബറയിൽ അടങ്ങിയിരിക്കുന്ന ആളുടെ പേര് എന്നാണ് പറയപ്പെടുന്നത്.
ആ മക്ബറയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ കുടുംബം, അതായത് എൻ്റെ ഉമ്മയുടെ കുടുംബം വളരെ സജീവമായി അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് അവിടെ മാല പാടാൻ. ഞാനൊക്കെ എൻ്റെ വല്യാപ്പയാണ് അവിടുത്തെ മാല പാടുന്ന ആള്, ഒക്കെ യാസീൻ പോകുന്ന ആളാണ്. പിന്നീട് ഞാൻ തന്നെ മാല പാടുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ ദർസ് ജീവിതത്തിൽ തുടക്കത്തിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ അറിയില്ല. പിന്നെ ദർസ് ജീവിതം തുടങ്ങി ഏകദേശം കുറേ അങ്ങോട്ട് എത്തിയതിനു ശേഷം ചില പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ സംശയം, ആ സംശയത്തിന് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മറുപടി പലപ്പോഴും ഉസ്താദന്മാർക്ക് ലഭിക്കാറില്ല. ഇതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഫിഖ്ഹി രംഗത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഫിഖ്ഹി രംഗത്തൊക്കെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ. ഒരു മദ്ഹബിന്റെ ആള് ഷാഫിഈ മദ്ഹബാണ് നമ്മൾ കേരളത്തിൽ അംഗീകരിക്കുന്നത്. ഷാഫിഈ മദ്ഹബിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളയുടെ ഉമ്മാണ് അടിസ്ഥാന ഗ്രന്ഥം. എന്നാൽ ദറസിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉമ്മ കാണൽ വളരെ കുറവായിരിക്കും. അടിസ്ഥാന ഗ്രന്ഥം പലപ്പോഴും കാണലുണ്ടാവില്ല. അത് ചുരുക്കിയത് വീണ്ടും അതിനെ ചുരുക്കി പിന്നീട് ഇമാം റഹ്മുല്ല ചുരുക്കി മിൻഹാജാക്കി. ആ മിൻഹാജിന്റെ ഷറഹുകൾ മാത്രം, വിശദീകരണ ഗ്രന്ഥങ്ങളാണ് പലപ്പോഴും ഷാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളായി പഠിപ്പിക്കപ്പെടാറുള്ളത്. എങ്കിലും സത്യം പലയിടത്തും ഒളിഞ്ഞു കിടക്കുന്നു. ഷാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകൾ പോലും അതേ വിഷയത്തിൽ തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ, മദ്ഹബിന്റെ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾക്കിടയിൽ തന്നെ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു പഠിതാവ് എന്ന നിലക്ക്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾ എന്ന നിലക്ക് സംശയം ഉണ്ടാവാം. നമ്മുടെ നാട്ടിൽ സംശയം ഉസ്താദന്മാരോട് ചോദിക്കുന്നത് ഒരു ഗുരുത്തക്കേടായി കാണും. ഇപ്പൊ എന്നെ കുറിച്ച് പറയപ്പെടാറുള്ളത്, ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത്, അവൻ ഉസ്താദിന്റെ ഗുരുത്തക്കേട് കിട്ടിയവനാണ് എന്നാ പറയും. എന്താണ് ഞാൻ ഗുരുത്തക്കേട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ഉസ്താദിനെ ചീത്ത വിളിക്കുകയും ഉസ്താദിനെ അടിക്കുകയും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ഗുരുത്തക്കേടാണ്? നമ്മൾ മനസ്സിലാക്കിയ സത്യം തുറന്നു പറയുക എന്നതാണ് ഗുരുത്തക്കേട്. അതായിരിക്കാം ഗുരുത്തക്കേട് കൊണ്ട്, ഗുരുത്തക്കേടിന്റെ വിവക്ഷ ഒരുപക്ഷെ അവരുടെ മുന്നിൽ അതായിരിക്കാം. എങ്കിലും ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് അപ്പോൾ ചോദ്യങ്ങളുണ്ട്. എന്താണത്? ഇത് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പിന്നെ ദർസിൽ ആദ്യം 1-2 വർഷങ്ങൾക്ക് ശേഷം ദർസിൽ തുടങ്ങി 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് വളപുരം ഖാദി അലി ഫൈസി, വാളാഞ്ചേരിക്കടുത്ത് മുക്കിലിപ്പിടി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പേർശ്ശനൂർ എന്ന് അറിയപ്പെടുന്ന ഒരു ദർസിലാണ് ഞാൻ പോയത്. ആ ഇടയ്ക്ക് പിന്നെ നമ്മുടെ പെരുന്നാള്, ശനിയും ഞായറും പെരുന്നാള്, കാരണം AP ഗ്രൂപ്പിന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, MK ഗ്രൂപ്പിന് ഞായറാഴ്ച, അങ്ങനെ 2 വിഭാഗത്തിനും 2 ദിവസങ്ങളിലായി പെരുന്നാൾ വന്നിട്ടുണ്ട്. ചൊവ്വാൽ 1 ദിവസം, ചൊവ്വാൽ 1 എന്നുള്ള 1 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കേരളത്തിൽ തന്നെ സമസ്ത പ്രദാനം ചെയ്യുന്ന 2 സംഘടനകൾ അവർ മുന്നോട്ട് വെച്ച് 2 ദിവസം പെരുന്നാൾ. അപ്പോൾ അതിനുശേഷം ഇറങ്ങിയ സുന്നി വോയിസിൽ പിന്നെ അന്ന് വലിയ കാലി മിച്ചുക്കോയ തങ്ങളാണ്, അദ്ദേഹമാണ് EK വിഭാഗത്തിന്റെ ആളാണ്. അങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുപ്പരാട്ടിൽ പിന്നെ ഇന്റർവ്യൂ നടന്നതാണ്. ആ ഇന്റർവ്യൂ അതിൽ അദ്ദേഹം പറഞ്ഞത് 2 പെരുന്നാളും ദീനിൽ തെറ്റല്ല, 2 പെരുന്നാളും ദീനിൽ തെറ്റല്ല എന്ന് സുന്നി വോയിസ് നമ്മുടെ ഷിഹാബുദ്ദീൻ പോയിട്ടുണ്ട്. അപ്പൊ ആ സുന്നി വോയിസ് വായിച്ച ഞാൻ സ്വാഭാവികമായി നമുക്ക് സംസ്കാരം ചൊവ്വാൽ 1 എന്നുള്ളത് 1 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു പെരുന്നാൾ തെറ്റാണ്, ഒന്ന് തെറ്റാണ്. പിന്നെ എങ്ങനെ ഒരു ദിവസം പെരുന്നാൾ ഉറപ്പിച്ച ആള് പറയുന്നു തനിക്കെതിരായി ഉറപ്പിച്ച പെരുന്നാളും ശരി തന്നെയാണെന്ന് പറയുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും. അങ്ങനെ നേരെ ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലണം. അന്ന് മഹല്ലി, എനിക്ക് താഴെയുള്ള കുട്ടികൾക്ക് മഹല്ലി പഠിപ്പിച്ച് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഞാനും കേൾക്കാൻ വേണ്ടി പോകും. മഹല്ലി അത് കഴിഞ്ഞെങ്കിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ മഹല്ലി കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ സംശയങ്ങൾ മിക്കവാറും ചോദിക്കൽ ഞാനാണ് സംശയം ചോദിക്കുന്ന ആള്. അപ്പോ ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചില്ലെങ്കിൽ തന്നെ ഉസ്താദ് ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കും, എന്താടോ എനിക്കിന്നിപ്പോ സംശയമൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കും. അപ്പൊ അന്ന് ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഈ ശനിയും ഞായറും നടന്ന പെരുന്നാളുകൾ ഏതാ ശരി? അപ്പൊ എന്റെ ഉസ്താദ് വളവരക്കാലി അലിഫൈസി എന്നുള്ള അദ്ദേഹം EK വിഭാഗത്തിന്റെ ആളാണ്.
ആദ്യം പറഞ്ഞു നമ്മുടെ പ്രിമിച്ചിക്കോ തങ്ങൾ ഉറപ്പിച്ച പെരുന്നാളാണ് ശരി, മറ്റവര് വളരെ മോശമായ പെരുമാറ്റമാണ് നടത്തിയത്, അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ കുറെ പ്രസംഗിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദെ, EK വിഭാഗത്തിന്റെ പെരുന്നാൾ ഉറപ്പിച്ച അതേ താളി പറയുന്നു AP വിഭാഗം ഉറപ്പിച്ച പെരുന്നാൾ ശരി, രണ്ടും ശരി തന്നെയാണ്. അപ്പൊ ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. അതാണ്ട് അദ്ദേഹം ഉസ്താദിനോട് ചോദിച്ചു എവിടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞു സുന്നി വോയിസിൽ അഭിമുഖമുണ്ട്, സുന്നി വോയിസിൽ അഭിമുഖമുണ്ട് എന്ന് പറഞ്ഞു. സുന്നി വോയിസിൽ അഭിമുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉസ്താദ് ഉടനെ പറഞ്ഞു സുന്നി വോയിസ്, സുന്നി വോയിസ് എന്ന് പറഞ്ഞാൽ കള്ളാണ്, കള്ളം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു മാസികയാണെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയണത് ഫത്തുൽ മുഈൻ ഈ നമ്മുടെ മഹലിന്റെ അടിസ്ഥാനത്തിൽ പറയാനായിരിക്കും പണ്ഡിതന്മാരില്ലേ. ആണ്ട് അതിന് മുമ്പ് വല്ലാത്ത കഥപിറങ്ങി, വല്ലാത്ത കഥപായിട്ട് ഫത്തുൽ മുഈൻ ഉടനെ പിന്നെ ഇതെടുത്തു, മഹല്ലി എടുത്തിട്ട് ആ ബാബ് ഇങ്ങോട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങി. കണ്ടോ ഇവിടെ പിന്നെ ഒന്നാമത്തെ രാവ് ഉറപ്പിക്കണം, ഇറച്ചിക്കാർ വേണം എന്നൊക്കെ പറഞ്ഞ് മുപ്പത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വായിച്ചു കേൾക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് സംശയമുണ്ട്. ഉസ്താദിനോട് ചോദിച്ചതാണ്, 2 പെരുന്നാൾ ഒരിക്കലും ഇതിൽ ശരിയാവില്ല, ഏതെങ്കിലും ഒന്നേ ശരിയാവും. 2 ഒരിക്കലും ഒന്നല്ല, ശനിയും ഞായറും പെരുന്നാളും എന്ന് പറഞ്ഞാൽ 2ഉം ഒരിക്കലും ശരിയാവില്ല, 2ഉം ഒന്നാവില്ല, ഒന്ന് തെറ്റായിരിക്കും. അങ്ങനെ അത്യം ദേഷ്യപ്പെട്ടിട്ട് മഹല്ലി എടുത്ത് ഒറ്റയേറി ദേഷ്യപ്പെട്ടു, ഭയങ്കര ദേഷ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി തിരിച്ചു പോയി, പെയ്ക്കിന്റെ മുന്നിൽ നിന്ന് പെയിന്റ് എല്ലാവരും കുളിച്ചിട്ട് എങ്ങനെയാണ് പോയി. എന്തായാലും ഉസ്താദിനെ വല്ലാതെ ദേഷ്യപ്പെട്ടു. പിന്നീട് ഞാൻ ചെന്നിട്ട് ഉസ്താദിനോട് ഉസ്താദ് എങ്ങനെയാണ് വിഷയം, ഞാനത് സംശയം എനിക്കുണ്ടായ സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചു. ഞാനൊരു ഗ്രൂപ്പിന്റെ ആളല്ല, സംശയം ഉള്ളത് കൊണ്ട് ചോദിച്ചാണ്. പക്ഷെ ഞങ്ങൾ ആ വിഷയത്തിൽ ഉസ്താദിനോട് ചോദിച്ചാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇങ്ങനെ ചോദിക്കുന്ന സംശയങ്ങൾ പലപ്പോഴും നമ്മൾക്ക് വിനയായിട്ടാണ് വരാറുള്ളത്. വ്യക്തമായ മറുപടി തരില്ല. വ്യക്തമായ മറുപടി തരില്ല എന്ന് മാത്രമല്ല, നമ്മളെ വല്ലാത്ത ഒരു മോശമായ അവസ്ഥയിലേക്കാണ് ഉസ്താദന്മാരെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ ഇന്ന് സത്താഫിമാരെ എനിക്കെതിരെ പറയാറുള്ളത് കുരുത്തക്കേട് കിട്ടിയവനാണ്, കുരുത്തമില്ലാത്തവനാണ് എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഉസ്താദിനടുത്ത്. അങ്ങനെ കോളേജിൽ പോകണം. കോളേജിൽ പോകുന്ന സമയത്ത് അയാളൊക്കെ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കലുണ്ട്, പല പുസ്തകങ്ങളും പിന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കലുണ്ട്. പലരും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കലുണ്ട്. പലരും അവിടെയൊക്കെ ജമാഅത്തുകാരുള്ളായപ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോളേജിൽ പോകാൻ തീരുമാനിച്ച ഉസ്താദിനോട് പറഞ്ഞു ഏത് കോളേജിൽ പോകാൻ എനിക്ക് ആഗ്രഹം ബാക്കിയാത്തിൽ പോകണമെന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു വേണ്ട, ഇവിടെ റഹ്മാനിയ അറബി കോളേജ് ഉണ്ട്, ഇവിടെ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ അതിരാം പട്ടണത്തിൽ പിന്നെ റഹ്മാനിയ അറബി കോളേജിൽ അവിടെ പോയിക്കൊള്ളില്ല. ഉസ്താദിൻ്റെ ഒരു സുഹൃത്താണ് അവിടുത്തെ പ്രിൻസിപ്പാൾ മുപ്പരാണ്, വിളിച്ച് പറയാം. പോയാൽ അവിടുത്തെ പിന്നെ ദാഖില ഇംതിഹാൻ ഉണ്ടാകും, അത് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടാകും, അത് പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിൽക്കാം, അവിടെ പോയിക്കൊള്ളില്ല. അപ്പൊ അത് തന്നെ തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ട് കാരണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം, പിന്നെ വളരെയധികം സുന്നി സമസ്തക്കാര് പ്രദാനം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് അതിരാം പട്ടണം. അവിടെ ആ കോളേജിൽ പഠിപ്പിക്കുന്ന സിലബസുകൾ സംസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ഈ കാലത്തിന് മുമ്പ്, കുറെ കാലം മുമ്പ് അവിടെ ദർസ് നടത്തിയിരുന്നത് ഇപ്പം പിന്നെ KK അബൂബക്കർ ദർസ്, അതുപോലെ തന്നെ പാങ്ങിൽ അബ്ദുൽ മുസ്ലിയാർ, പിന്നെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം പണ്ഡിതന്മാർ അവിടെ പഠിക്കുകയും മുമ്പ് പിന്നെ ഗോളശാസ്ത്രം പോലുള്ള വിഷയങ്ങൾ പഠിക്കുകയും അവിടെ ദർസ് എടുക്കുകയും. ഉസ്താദ് പറഞ്ഞേക്കാം, ഹസ്രത്ത് പറഞ്ഞത് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്നിട്ട് 3 ദിവസം ആ കോളേജിൽ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്ര സുന്ദരമായ സ്ഥലവും വലിയ വിശാലമായ ലൈബ്രറി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് നമ്മുടെ ഹസ്രത്തിനോട് പറയാം. അങ്ങനെ ആ കോളേജിലേക്ക് ഞാൻ പോണത്. കോളേജിലെത്തുന്ന ഏകദേശം ഒരു തിങ്കളാഴ്ചയാണ് തോന്നുന്നു. കോളേജിലെത്തി വരുന്ന വെള്ളിയാഴ്ച, പിറ്റേ വെള്ളിയാഴ്ച ജുമാ ദിവസത്തില് നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോവാണ്, എല്ലാവരും പോയി. അതിന്റെ അടുത്ത പള്ളി എന്ന് പറഞ്ഞാൽ അതിരാമ്പട്ടണത്തെ പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പള്ളി, ഏകദേശം പ്രവാചകന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന സമയത്ത് പണിഞ്ഞ പള്ളിയാണെന്ന്